ഇപ്പം അനുഭവിക്കുന്നൊന്നും ഒരു സുഖമോ സന്തോഷമോ അല്ല ഇന്ന്. അതെന്താണ്ട് നീ അങ്ങനെ പറയുന്നേ? എൻ്റെ മോളെ, നിന്റെ കെട്ടിയനെ കണ്ടാൽ തന്നെ അറിയാം സ്വന്തം സുഖവും സന്തോഷവും മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരുത്തനാണെന്ന്. എന്നത് വല്ല തെറ്റുണ്ടോടി പെണ്ണെ? നീയാൾ കൊള്ളാലോടി പെണ്ണെ. നീ പറഞ്ഞത് വളരെയധികം ശരിയാ. എങ്ങനെയുണ്ട് നിങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? പഴയ പോലെ ഒരു രസവും കിട്ടുന്നില്ലടി. എന്ത് പറ്റി? എന്നും ഒരേ രീതി ഒരേ ശൈലി. എനിക്ക് മടുത്തു. എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല, വെറുപ്പാണ് തോന്നുന്നത്. സ്വാഗതം, ഞാൻ ശാലിനി. ഞാനൊരു കോട്ടയംകാരിയാണ്. കുറച്ചു കാലങ്ങളായി ഞാൻ മറ്റൊരിടത്താണ് താമസം. എൻ്റെ ഭർത്താവിനോട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളിവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. നാട്ടിൽ കോട്ടയത്ത് സ്വന്തമായി വീടും പുരയിടവും ഒക്കെ ഉണ്ട്. അത് വാടകയ്ക്ക് കൊടുത്ത് ഇവിടെ മലപ്പുറത്ത് വാടക വീട്ടിൽ കഴിയേണ്ട സ്ഥിതിയാണിപ്പോൾ. ഭർത്താവിന് അവിടെ ജോലി കിട്ടാഞ്ഞിട്ടല്ല, ഇവിടെ ആകുമ്പോൾ ജോലി ചെയ്ത് ആരുടെയും ശല്യമില്ലാതെ സമ്പാദിക്കാൻ പഠിച്ചു. നാട്ടിലെ വീടിനേക്കാൾ സൗകര്യമുള്ള വീട്, നാട്ടിൽ കിട്ടുന്ന അതേ വാടകയ്ക്ക് തന്നെ അതിനേക്കാൾ സൗകര്യത്തോടെ ഇവിടെ താമസം കൂടിയായപ്പോൾ അങ്ങേർക്ക് ഇവിടെ വിട്ട് അവിടേക്ക് മാറാൻ ഒട്ടും താല്പര്യമില്ലാതെ വന്നു. ആദ്യമൊക്കെ എനിക്കിവിടെ വെറുപ്പായി തോന്നിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറി. എല്ലാം കൊണ്ടും മെച്ചം ഇവിടെ തന്നെ. യാത്ര ചെയ്യാൻ ബസ് സ്റ്റോപ്പിലേക്കും ഭക്ഷണ സാമഗ്രികൾ കടകളും ഇവിടെ അടുത്ത് തന്നെ. യാത്ര സൗകര്യവും മെച്ചം. പഞ്ചായത്ത് റോഡിൽ ഉള്ളിലോട്ട് മാറി ചുറ്റുമതിൽ കെട്ടിയുയർത്തിയ വളപ്പിനുള്ളിൽ നല്ല ഒന്നാന്തര ഭംഗിയുള്ള പാർക്ക് വീട്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ടി വി ഓൺ ചെയ്ത് മൂപ്പര് വരുമ്പോഴും അതിന് മുമ്പിൽ കഴിച്ചു കൂട്ടും. ഏകദേശം ഒരു വർഷമൊക്കെ ആയപ്പോഴേക്കും എനിക്കാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു കൊടുക്കുന്നൊരു മകളുണ്ട് ഞങ്ങൾക്ക്. അവളും അങ്ങേരെ പോലെ രാവിലെ അവളും പോവും. പിന്നെ വരുമ്പോൾ 5 മണിയാകും. അതുവരെ ഞാനൊന്നും മിണ്ടി പറയാൻ ആരുമില്ലാതെ ചടച്ചിരിക്കും. അയൽവക്കത്തെ താത്തമാരും ചേച്ചിമാരും പരസ്പരം സംസാരിക്കുന്ന മതിൽക്കെട്ടിനപ്പുറം വീട്ടിലേക്ക് കേൾക്കുമ്പോൾ വീടിൻ്റെ ഗേറ്റ് വഴി അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ കൊതി തോന്നും. എന്നും ആദ്യമൊക്കെ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കൂടെ അവരിൽ ഒരാളായി കുശലം പറഞ്ഞിരിക്കും. അത് ചേട്ടൻ അറിഞ്ഞതിൽ പിന്നെ അങ്ങോട്ട് കടന്നു പോകരുതെന്ന് ചേട്ടൻ എന്നോട് ശാസിച്ചു. അയൽവക്കത്തേക്ക് അയൽവക്കത്തേക്ക് കടക്കുന്നതും അവരുമായി കുശലം പറഞ്ഞിരിക്കുന്നതും അതോടെ തീർന്നു കിട്ടി. എൻ്റെ അങ്ങേര് അക്കാര്യത്തിൽ ഒരു മുരടന. അങ്ങനെയൊക്കെ ആണെങ്കിലും രാത്രിയായ പമ്മി അരികെ വരും. പിന്നെ എന്നെ എന്തെല്ലാമൊക്കെയോ കാട്ടിക്കൂട്ടും. ആദ്യമൊക്കെ എനിക്ക് നല്ല രസമായി തോന്നി. അതിനൊത്ത സുഖവും സന്തോഷവും എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പരുടെ പ്രവൃത്തി എനിക്ക് മടുപ്പ് തോന്നി തുടങ്ങി. എന്നും ഒരേ രീതി ഒരേ ശൈലി. മൂപ്പരാണെങ്കിൽ മൂപ്പരുടെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ ചെലുത്തുന്നുള്ളൂ. എൻ്റെ കാര്യം അങ്ങനെയാണോ? ഞാനാണെങ്കിൽ നല്ല വ്യത്യസ്ത രീതിയിൽ എല്ലാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില്ല. പക്ഷേ വ്യത്യസ്ത രീതിയിൽ ഉള്ള ശൈലികൾ എങ്ങനെയെന്ന് എനിക്ക് ഒട്ടും നിശ്ചയവുമില്ലായിരുന്നു. ഭർത്താവ് ലീവ് എടുത്ത് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലോട്ട് പോയി. 4 ദിവസം ഭർത്താവും ഞാനും ഭർത്താവിൻ്റെ വീട്ടിൽ തങ്ങി. പിന്നെ ഇന്ന് എൻ്റെ വീട്ടിലേക്കാക്കി. ഭർത്താവ് മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു. കുറച്ച് ദിവസം ഞാൻ വീട്ടുകാരുടെ അടുത്ത് സന്തോഷത്തോടെ താമസിച്ചു. എൻ്റെ അയൽപ്പക്കത്തെ കൂട്ടുകാരി കുശലം പറയാൻ വന്ന നേരം സംസാരത്തിനിടയിൽ, എടി പെണ്ണെ, നിനക്ക് ഇവിടെ നല്ല സുഖമാണല്ലോ. പിന്നല്ലാണ്ട് നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നിനക്ക് സുഖത്തിന് വല്ല കുറവുണ്ടോന്ന് നീ അതൊക്കെ പറയും. അങ്ങേരെ മകളും ജോലിക്കും സ്കൂളിലോട്ടും പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അത്രയ്ക്ക് പ്രയാസമാടി പെണ്ണെ. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്കൊന്നും കിടക്കാൻ പോലും സമ്മതിക്കില്ല. ജോലികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി ടി വി തുറന്നാൽ ഇന്ന് ഒരേ പടം. ഇടപെട്ട ദിവസങ്ങളിൽ മാറി മാറി വന്ന് ഇപ്പോൾ ടി വി തുറക്കാൻ വരെ മടുപ്പായി തുടങ്ങി പെണ്ണെ. അങ്ങനെയാണോ? എന്നാൽ നീ പുസ്തകം വായനയിൽ നല്ല താല്പര്യക്കാരിയായിരുന്നല്ലോ. പഴയകാലത്ത് നമ്മൾ വായിച്ച ആഴ്ചപ്പതിപ്പ് വീക്കിലുകളെല്ലാം ഞാൻ എൻ്റെ പഴയ അൽമാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയി വായിച്ച് പഴയ ഓർമ്മകൾ പുതുക്കിക്കോ. അതും പറഞ്ഞ് അവളൊരു പുഞ്ചിരി പാസാക്കി. ഞാനും ഓർത്തു, അവൾ പറഞ്ഞതിലും അല്പം കാര്യമുണ്ട്. അത് ശരിയാ. എന്നാൽ നീ അതൊക്കെ എനിക്ക് തരുമോ? അവിടെ വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ. അതിനെന്താ? ഉപയോഗമില്ലാത്ത അലമാര ആയതുകൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചതേ ഉള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കത് ആക്കിക്കാർക്ക് വല്ലതും വീട്ടിൽ കാശക്കാനേ ഒക്കത്തുള്ളൂ. ഏതായാലും നീ ഇപ്രാവശ്യം പോകുന്നത് കാറിലല്ലേ? അതൊരു ചാക്കിലാക്കി ഡിക്കിയിൽ കയറ്റി സുഖമായി അവിടെ എത്തും. പിന്നെ എന്താ പ്രശ്നം? അവൾ എനിക്ക് 80ഓളം വിക്കിലുകൾ തന്നു. എല്ലാം ഞാൻ അവളും വായിച്ചു തന്നെ. അതൊക്കെ പണ്ടിപ്പോൾ. ഇപ്പോൾ അതൊന്നും കഥ പോലും ഓർമ്മയില്ല. അതിൻ്റെ കൂട്ടത്തിൽ അവൾ വേറൊരു ചെറിയ കവർ കൂടി തന്നിട്ട്, എടി ശാലിനി, നിനക്ക് എൻ്റെ വക സ്പെഷ്യൽ. ഇത് എന്താ പ്രത്യേകിച്ച്? പുസ്തകം തന്നെയല്ലേ? അതെ, പക്ഷേ ഒരു കാര്യമുണ്ട്. നീ ഇതുവരെ വായിച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് വാങ്ങും. അതെന്ത് പുസ്തകം? അതൊക്കെ ഉണ്ട്. നീ അവിടെ എത്തിയിട്ട് വായിച്ചു നോക്ക്. ആരും കാണാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അതും പറഞ്ഞ് അവൾ പുഞ്ചിരിച്ചു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അല്ല, അവിടെ CD ഡിസ്ക് കാസറ്റ് തന്നാൽ ഇടാൻ പറ്റിയ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? മുമ്പത്തെ താമസക്കാർ ടച്ച് പോയ CD പ്ലെയർ അറ്റത്ത് ഒരെണ്ണം കണ്ടിരുന്നു. വർക്കാകുമെന്ന് അറിയില്ല. എന്നാൽ ഇതും കൂടി വെച്ചോ. ഒരു പൊതി എടുത്ത് എൻ്റെ നേരത്തെ നീട്ടി. ഞാനത് വാങ്ങി തുറന്നു നോക്കി. തുണിയിൽ ഒരു മനുഷ്യരൂപം ആലേഖനം ചെയ്ത കാസറ്റ്. ഞാൻ അത്ഭുതത്തോടെ, ഇത് മറ്റേതല്ലേ? അതെ, നീ ഉദ്ദേശിച്ച സാധനം തന്നെ. ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പം തന്നാ പോരെ മോളെ, പുള്ളി എണ്ണണം. പിന്നീട് ഞാൻ മറിച്ചൊന്നും ചോദിച്ചില്ല. അതെല്ലാം കിട്ടിക്കൂട്ടി എൻ്റെ ആങ്ങളുടെ കൂടെ മലപ്പുറത്തേക്ക് തിരിച്ചു. എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായയും കുടിച്ച് ഏട്ടാൻ കോട്ടയത്തോട്ട് വാങ്ങി. ഡിസ്കും അവൾ സ്വകാര്യതയിൽ സൂക്ഷിക്കാൻ തന്ന പുസ്തകവും മകളും ഭർത്താവും കാണാത്ത വിധം ഒളിപ്പിച്ചു വെച്ചു. രാത്രി നേരത്തെ നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് യാത്രാക്ഷീണത്തിൽ നല്ലതുപോലെ ഉറങ്ങി. രാവിലെ എണീറ്റ് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് മകളും ഭർത്താവും പോയി കഴിഞ്ഞു. ഒളിപ്പിച്ച് വെച്ച പുസ്തകക്കെട്ട് പുറത്തെടുത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. എല്ലാ പുസ്തകച്ചട്ടയിലും ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ മെല്ലെ ആ പുസ്തകം തുറന്ന് കഥകൾ വായിക്കാൻ തുടങ്ങി. അവളതാ മണിയറവാതിൽ മെല്ലെ തുറന്ന് മന്ദം മന്ദം കടന്നു വരുന്നു. അശോകൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. വായിക്കാൻ തുടങ്ങിയതും എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ പുസ്തകവും മാറി മാറി എടുത്ത് തുറന്നു നോക്കി. എല്ലാം വ്യത്യസ്ത കഥകൾ. പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. ആ കഥയിലെ ഓരോ സന്ദർഭവും എൻ്റെ മനസ്സിലേക്ക് ഓടി ഓടി വന്നു.
കഥയിലെ നായകൻ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അതിലെ നായിക ഞാനാണെന്ന് തന്നെ എനിക്ക് അത് വായിക്കുമ്പോൾ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ആ പുസ്തകം വായിച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ട ഞാൻ ആ കിടപ്പിൽ തന്നെ അതെനിക്ക് സമ്മാനിച്ച സുമിത്രയ്ക്ക് വിളിച്ചു. ഹലോ, ഇത് ഞാനാടി ശാലിനി. ആ എന്താ ശാലിനി, എൻ്റെ നമ്പർ നിൻ്റെ അടുത്തുണ്ടല്ലേ? എന്താ പ്രത്യേകിച്ച് പതിവില്ലാത്തൊരു ഫോൺ കോൾ? ഒന്നുമില്ലടി, എനിക്ക് നിന്നെ വിളിക്കാൻ പാടില്ലെന്നുണ്ടോ? അതല്ല, ഇത്രയും കാലമായിട്ട് ഇന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ, എന്താ ശാലിനി ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഇല്ലടി, അത് പറയാനും കൂടി നിന്നെ വിളിച്ചത്. എന്ത്, നിനക്ക് എൻ്റെ വക താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിന്? നീ എനിക്ക് കുറേ പുസ്തകവും ഡിസ്കൊക്കെ സമ്മാനിച്ചില്ലേ? ഞാനതിലെ പുസ്തകം വായിച്ചു, എന്ത് രസമാണെന്നോ. നീ വല്ലാത്ത പുസ്തകമാണ് തന്നത്. എന്ത് പറ്റി? അല്ല, ഞാനത് വായിച്ച് ആകെ ഒരു വല്ലാത്ത സുഖത്തിലിരിക്കുകയാണ്. അതപ്പോൾ ഇത്ര സംഭവമൊക്കെ പറയാൻ എത്രയോ വട്ടം ഞാനൊക്കെ ആ കഥ കേട്ട് സന്തോഷിച്ചിരിക്കുന്നു. അതൊക്കെ വായിച്ച് വായിച്ച് എനിക്കതിൽ എല്ലാ കഥകളും ഇപ്പോൾ മനപ്പാടമാണ്. ശാലിനി, നീ ആദ്യമായിട്ടില്ല ഇങ്ങനത്തെ പുസ്തകം പഠിക്കുന്നത്. അത് അത് നീ വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നീ അതൊക്കെ വായിച്ച് മുഴുവനാക്കുമ്പോഴേക്കും നീ മറ്റൊരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അതും പറഞ്ഞ് അവൾ ഫോണിലൂടെ അട്ടഹയത്ത് പുഞ്ചിരിച്ചു. അത് കേട്ട് എനിക്കും ചിരി വന്നു. അല്ല ശാലിനി, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, അവിടെ ഉണ്ടായിരുന്ന CD പ്ലെയർ എന്തായി, വർക്കാണോ? ഇല്ല, നോക്കിയിട്ടില്ല. അത് ശരി, ഇപ്പോൾ നോക്കിയിട്ടില്ലേ? നിനക്ക് അല്ലെങ്കിൽ എവിടെ നിന്ന് നേരല്ലേ? ഇപ്പോൾ വിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ നേരം പുസ്തകം വായിച്ചിരിപ്പാണല്ലോ അല്ലേ? നീ ടെസ്റ്റ് സ്റ്റോറി ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിനക്ക് ഒരു കാര്യം മനസ്സിലാവും. നീയൊന്നും ഇപ്പം അനുഭവിക്കുന്നൊന്നും ഒരു സുഖമോ സന്തോഷമോ അല്ല എന്ന്. അതെന്തായിട്ട് നീ അങ്ങനെ പറയുന്നേ? അതൊക്കെ ഉണ്ട് മോളെ, നിന്റെ കെട്ടിയനെ കണ്ടാൽ തന്നെ അറിയാം സ്വന്തം സുഖവും സന്തോഷവും മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരുത്തനാണെന്ന്. ഞാൻ പറഞ്ഞത് വല്ലതും തെറ്റുണ്ടോടി പെണ്ണെ? നീയാൾ കൊള്ളാലോടി പെണ്ണെ, നീ പറഞ്ഞത് വളരെയധികം ശരിയാ. എങ്ങനെയുണ്ട്, നിങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം, പഴയ പോലെ ഒരു രസവും കിട്ടുന്നില്ലടി. എന്ത് പറ്റി? എന്നും ഒരേ രീതി ഒരേ ശൈലി, എനിക്ക് മടുത്തു. ഇപ്പോൾ എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല, വെറുപ്പാണ് തോന്നുന്നത്. അങ്ങനെയാണല്ലേ? അപ്പോൾ നീ വളരെ സങ്കടക്കാരിയാണല്ലോ. നിന്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് എന്തോ പോലെ. ഞാൻ തന്ന ഡിസ്കിലുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ നിനക്ക് കൺട്രോൾ പോകും തീർച്ച. അമ്മാതിരി മോഡലാണ് ഓരോന്നും. അതെയോ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? വേറെ എന്ത്? സുഖമായി ഇങ്ങനെ പോകുന്നു. എന്നാൽ ശരി, ഞാൻ പോയി ഇതൊന്ന് കഷ്ടപ്പെടുന്നൊന്നും ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്നാൽ ശരി, വേഗം ചില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്ത് അലമാരയിൽ ഒളിപ്പിച്ച് അവൾ തന്നെ പുതിയ എടുത്ത് വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഡിസ്ക് വർക്ക് ചെയ്യിക്കാൻ പ്ലെയർ കണ്ടിരുന്നു എന്നല്ലാതെ അത് വർക്കാകുമെന്ന് പോലും നോക്കിയിട്ടില്ലല്ലോ. ഞാൻ വേഗം ചെന്ന് അതെടുത്ത് പൊടി തട്ടി മെല്ലെ ഓൺ ചെയ്ത് നോക്കി. ഭാഗ്യത്തിന് വർക്കാവുന്നുണ്ട്. പക്ഷേ ടിവിക്ക് കണക്ഷൻ കൊടുക്കാനുള്ള കേബിൾ എത്ര നോക്കിയിട്ട് കാണുന്നില്ല. അത് ഓൺ ചെയ്ത് ഡിസ്കിൽ ഒളിപ്പിച്ച വീഡിയോകൾ കാണാൻ ഞാൻ കാത്തിരുന്നു. കണക്ട് ചെയ്യാനുള്ള കേബിൾ കാണാതിരുന്നതുകൊണ്ട് ഞാൻ പുറത്ത് പോയി വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ വലിയ ഡ്രസ്സ് അണിഞ്ഞ് ടൗണിലോട്ട് നടന്നു. അവിടെ ഒരു ഇലക്ട്രിക് ഷോപ്പ് ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചോദിച്ചു, അവിടെ നിന്ന് സാധനം കയ്യിൽ കിട്ടി. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പുറത്ത് പോയി വിവരം ഭർത്താവ് അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ കഥ കഴിച്ചത് തന്നെ. ഞാൻ വീട്ടിലെത്തിയ പാടെ പ്ലെയർ ടിവിയുമായി കണക്ഷൻ ചെയ്ത് ഓണാക്കി. അതിലൊരു ഡിസ്ക് എടുത്തിട്ടു. അതാ ടിവിയിൽ ദൃശ്യങ്ങൾ വെളിവായി തുടങ്ങി. ജനലിൻ്റെ കട്ടനുകളെല്ലാം അടച്ചിട്ടു. ആരും വരാനൊന്നും പോകുന്നില്ല. എന്നാലും ഒരു ധൈര്യത്തിന് പിന്നെ അത് ഞാൻ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ തന്ന പുസ്തകങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർന്നു. പിന്നെയും എൻ്റെ മനസ്സിലേക്ക് ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ ചടപ്പെല്ലാം കയറി വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ടീച്ചറായി ജോലി ഒഴിവിൽ ചേട്ടൻ്റെ സമ്മതം വാങ്ങി കയറി പറ്റി. അതോടെ പകൽ സമയം അവിടെ സന്തോഷത്തോടെ ജോലി ചെയ്തു. കവലയ്ക്ക് അപ്പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. അവിടേക്ക് കവലയിൽ നടന്നു വേണം അങ്ങോട്ട് ചെല്ലാൻ. സ്ഥിരമായി നടന്നു പോകുമ്പോഴും വരുമ്പോഴും കവലയിൽ നിൽക്കുന്ന ആളുകൾ ചെറുതായിട്ടൊന്ന് നോക്കും. പിന്നീട് അങ്ങോട്ട് എന്നെ മേലെ ആരുടെയെങ്കിലും കണ്ടുപിടിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. എനിക്കാണെങ്കിൽ അതൊക്കെ ഒരു ഹരമായി തോന്നി. ചെറിയ പയ്യന്മാരാ ആരെങ്കിലും എൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ടാൽ എൻ്റെ ശ്രദ്ധ അവരിലേക്ക് പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ ഫുട്പാത്തിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന നേരം തൊട്ടപ്പുറത്തായി എന്തിനോ വേണ്ടി നിൽക്കുന്ന പയ്യൻ്റെ ിലേക്ക് ഒന്ന് നോക്കിപ്പോയി. കഷ്ടകാലം എന്ന് പറയട്ടെ. ഞാൻ നോക്കുന്ന വേളയിൽ തന്നെ അവൻ എനിക്ക് നേരെ മുഖം തിരിച്ചു. അതായത് ഞാൻ നോക്കുന്നത് അവൻ കണ്ടു. ഞാൻ അവൻ്റെ മുഖം നോക്കിയതും അവൻ എന്നോടൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ പെട്ടെന്ന് മുഖം തിരിച്ച് സാധനങ്ങൾ വാങ്ങി നേരെ വീട്ടിലേക്ക് നടന്നു. അവനൊരു 30 വയസ്സിനടുത്ത് പ്രായം കാണും. ഇരുണ്ട ശരീരം, ഒട്ടിയ കവിൾ. അവനെ കണ്ടാൽ തന്നെ അറിയാം. പിന്നെയുള്ള ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുന്ന വേളയിൽ അവൻ എന്നെയും കാത്ത് അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടാകും. അവനെ കണ്ടാൽ ഞാൻ തലതാഴ്ത്തി അങ്ങോട്ട് നോക്കാതെ നടന്നു പോരും. മാസങ്ങളോളം അങ്ങനെ കടന്നുപോയി. അവൻ എന്താണ് ജോലി, അവന് ജോലിയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു കാര്യം മനസ്സിലായി, അവൻ അവിടുത്തുകാരൻ തന്നെയാണ്. ഞങ്ങളൊരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്കെന്തോ പേടി പോലെ. അവനും അടുക്കുന്നില്ല. ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞിട്ടാവും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് മടങ്ങാവി. അവൻ അവിടെ നിൽക്കുന്നത് കണ്ടില്ല. അവനെ കളഞ്ഞിട്ട് ഞാൻ എന്തോ പോലെ ഞാൻ ചുറ്റിലും നോക്കി നടന്നു. നീങ്ങി അവനെ അവിടെ ഒന്നും കണ്ടു കിട്ടിയില്ല. ഞാൻ വീട്ടിലേക്കുള്ള പഞ്ചായത്ത് റോഡിലേക്ക് തിരിഞ്ഞു. അല്പം മുമ്പോട്ട് നടന്ന് ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതാ പിറകിലായി അവൻ എന്നെ പിന്തുടരുന്നു. ആ വരവ് എന്നെ പിന്തുടർന്ന് വീടിന് ഗേറ്റ് വരെ എത്തി നിന്നു. ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലകത്ത് കയറും വരെ അവൻ അവിടെ നോക്കി നിന്നു. ഞാൻ അതിലടച്ച് കുറ്റിയിട്ട് ലിവിംഗ് റൂമിലെ കട്ടും മുട്ടി നോക്കിയപ്പോൾ അവൻ പോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ച, അന്ന് എനിക്ക് ജോലിയാവധിയുള്ള ദിവസമായിരുന്നു. വീട്ടിൽ അലക്കാനും പിടിക്കാനും ഒരുപാട് ജോലിയുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നത് കാരണം നിത്യം ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ അലക്കാറുള്ളൂ. ജോലിയെല്ലാം തീർത്ത് വന്നപ്പോഴേക്കും ഉച്ചയോടെ അടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച് സമാധാനത്തോടെ ഇരിക്കുക.
പതിവില്ലാതെ അന്നേരം വീടിൻ്റെ ഉമ്മർത്തി ചെന്ന് വെറുതെ റൂട്ടിലോട്ട് നോക്കിയിരുന്നു. ഇടപെട്ട് ഓരോ വാഹനങ്ങൾ കടന്നു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ബൈക്കുമായി പോകുന്ന ഒരുത്തൻ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അത് അവനല്ലേ, അവൻ തന്നെ. കുറച്ച് കഴിഞ്ഞ് അതേ ബൈക്ക് തിരിച്ചു വന്ന് വീടിൻ്റെ നേരെ മുകൾ റോഡിന് എതിർവശത്തായി നിർത്തി. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യമായി ഞാനും അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ കൈകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. ബൈക്ക് എടുത്ത് പോയി. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതിരിക്കുകയാണ് ഞാൻ. അല്പനേരം കഴിഞ്ഞ് ബൈക്ക് ദൂരെ അങ്ങ് നിർത്തി. അവൻ നടന്നു വന്നു. ഗേറ്റിന് മുമ്പിൽ എത്തി ചുറ്റിലും നോക്കി. റോഡിലെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വീടിൻ്റെ ഗേറ്റിൽ പിടിച്ച് എന്നെയും പ്രതീക്ഷിച്ച് കൈകൊണ്ട് ആംഗ്യം കട്ടി ചെറുപ്പുഞ്ചിരി വിടർത്തി. അവത്തോട് വരട്ടെ, അതാണ് അവൻ അങ്കിതം സംസാരിച്ചത്. അവസരം പാഴാക്കാൻ ഞാൻ തൊട്ട് മനസ്സ് വന്നില്ല. കൈകൊണ്ട് വാഴി വിളിച്ചു. ആരെങ്കിലും കാണുന്നുണ്ടോ? അവൻ ചുറ്റിലും നോക്കി. ഗേറ്റ് തുറന്ന് മെല്ലെ മുറ്റത്തേക്ക് കടന്ന് എൻ്റെ അരികിൽ വന്ന് നിന്നു. ഞാൻ എണീറ്റ് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് കയറിപ്പോയി. വേഗം ഞാൻ അകത്തേക്ക് കടന്നു. പിന്നാലെ അവൻ കടന്ന പാടെ ഞാൻ വാതിൽ കുറ്റിയിട്ടു. അവൻ എന്നെ നോക്കി. നല്ല നീലപ്പുള്ളി മാക്സിമം വേഷം. അകത്തേക്ക് കയറിയിട്ടും അവൻ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ചു. എന്താണ് ഒന്നും മിണ്ടാത്തത്? അവനപ്പോഴും എന്നോട് ആംഗ്യമാണ് കാണിച്ചത്. അന്നേരം എനിക്ക് മനസ്സിലായി അവന് മിണ്ടാൻ കഴിയാത്തവൻ ഉമ്മയാണെന്ന്. പിന്നീട് അങ്ങോട്ട് അവൻ്റെ ആംഗ്യഭാഷയിലായിരുന്നു ഞങ്ങളുടെ സംസാരങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത സമയം ഞങ്ങൾ ശരിക്കും ഉപയോഗിച്ചു. അവനെപ്പോലെ ഒരാൾക്ക് ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം നല്ല രീതിയിലായി. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി. പിന്നീട് അങ്ങോട്ട് പലവട്ടം അവൻ എന്നെ കാണാൻ അങ്ങോട്ട് വരാറുണ്ട്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവൻ സംസാരിച്ചിട്ടില്ലാത്തതിനാൽ മറ്റു ബന്ധം ഒത്തുന്നില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ എൻ്റെ തോന്നിലാവും. അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ അവനോട് ചോദിച്ചിട്ടൊന്നുമില്ല. പണിയിൽ ഒരു കുറവുമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനി ആയതുകൊണ്ട് ഒന്നിനും ഒരു മടിയും കൂടാതെ അവൻ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം വളരെ കാലം നീണ്ടുപോയി. ഞാൻ ഒത്തിരി സന്തോഷിച്ച നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷേ ഒരു ദിവസം അന്ന് ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം വരാൻ ഒത്തിരി ലേറ്റായി. പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. ശേഷം പിന്നെ ഞങ്ങൾ അധികം നാൾ ആ നാട്ടിലുണ്ടായിരുന്നില്ല. ആക്സിഡൻറ്റ് പറ്റിയപ്പോഴാണ് സ്വന്തം നാടും വീടും പോയതിൻ്റെ വിഷമം അദ്ദേഹത്തിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങി ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നീട് അവനുമായി എനിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. പക്ഷേ അവൻ്റെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല 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 നിമിഷങ്ങൾ സമ്മാനിച്ച് അവനെ ഞാൻ ഒരിക്കലും മറന്നിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.